ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് അപ്ഡേറ്റ് അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ്, ഒരു പ്രോമോ വീഡിയോ പുറത്തു വന്നായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള റിയാക്ഷൻ പറയാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്ത, പല ആൾക്കാർക്ക് അറിയാത്ത ഒരു സർപ്രൈസ് കാര്യം കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ സിനിമയിലുള്ള തലപതിയുടെ പേരെന്ന് പറയുന്നത് നമ്മൾ അങ്ങ് റിവീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ സിനിമയിലുള്ള തലപതിയുടെ പേര് ഒഫീഷ്യൽ ടീം ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല, ബട്ട് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. നമുക്ക് എന്തായാലും ഈ ട്രെയിലർ ഒന്ന് കണ്ടുവെക്കാം, ഈ പ്രോമോ കണ്ടുവെക്കാം. എന്താണ് പരിപാടി എന്നുള്ളൊരു കാര്യം പറയുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ്, ഹിഡൻ ഡീറ്റെയിലിംഗും അതിന്റെ ഒപ്പം തന്നെ ഈ സിനിമയിൽ വരാൻ പോകുന്ന നമ്മുടെ നായകന്റെ പേര് കൂടിയാണ് നമ്മൾ കൃത്യമായിട്ട് റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ നമുക്ക് എന്തായാലും ഈ എപ്പോഴും ട്രെയിലർ എന്നാണ് വരുന്നത്, പ്രോമോ കണ്ടുവെക്കാം. ഓക്കെ, ഫസ്റ്റ് അപ്ഡേറ്റ് ആണ്, സോ ബെസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കണം അല്ലേ? കണ്ടുനോക്കാം. എ ട്രൂ ലീഡർ റൈസസ് നോട്ട് ഫോർ പവർ. വൗ. KVM പ്രൊഡക്ഷൻസ്. ഈ ഷോട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വാവ് വാവ് വാവ്, സീൻ. ഓഫ് സ്ക്രീനിൽ വേറെ ലുക്ക്, ഓൺ സ്ക്രീനിൽ വേറെ ലുക്ക്. മോനെ വിഷയം. അനിരുദ്ധ് മ്യൂസിക്കൽ. വാവ്, 3 സ്റ്റാർ ഉണ്ട് കേട്ടോ. സോ IPS ആണ്. ഹാപ്പി ബർത്ത്ഡേ തലപതി വിജയ്. ജനനായകൻ ബൈ H. വിനോദ്. Let's rise together. ഓക്കെ, ട്രെയിലർ കണ്ട സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. എനിക്ക് തോന്നിയ കാര്യം, വിജയ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടീസർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. ഓഫ് കോഴ്സ്, എന്താണ് ഇയാളുടെ കഥാപാത്രത്തോടെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ തന്നെ പ്രിഡിക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു അവർ ഇൻഫോർമേഷൻസ്, ഒരു കോപ്പിന്റെ റോളായിരിക്കും, ഒരു പോലീസ് കോപ്പായിട്ടായിരിക്കും ഈ സിനിമയ്ക്കകത്ത് വരാനായിട്ടുള്ള ചാൻസ് എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു 3 സ്റ്റാർ ഉള്ള പോലീസ് ഓഫീസർ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ഒരു ഹൈ റാങ്ക് ഉള്ള ഒരു പോലീസ് ഓഫീസറാണ്. സോ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് വിജയ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അത് ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യം പോലെയും ഓഫ് സ്ക്രീനിൽ വേറെ ലുക്ക് ആണെന്നുണ്ടെങ്കിൽ ഓൺ സ്ക്രീനിൽ വേറൊരു മരണ മാസ് ലുക്കിലാണ് പുള്ളി വന്നേക്കുന്നത്. പരിപാടി വളരെ സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ ഒരു വാളൊക്കെ കാണിച്ചുകൊണ്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആ വാളുമ്പോൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളൊരു കാര്യം അറിയില്ല. അതുമ്പോൾ തലപതി എന്ന് പറയുന്ന ഒരു നോട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഒരു വാളുമേ തലപതി എന്ന് പറഞ്ഞ് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ആളെ വിളിക്കുന്നത് തലപതി എന്നാണെന്നുണ്ടെങ്കിലും സിനിമയിൽ തലപതി എന്നുള്ളൊരു പേര് നമ്മൾ അധികം കണ്ടിട്ടില്ല അല്ലേ? സോ എന്താണ് ഇദ്ദേഹത്തിന്റെ പേര് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ സർപ്രൈസിലെ. അതിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, എനിക്ക് ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് അനിരുദ്ധ് എന്ന് പറയുന്ന ഒരു ഫാക്ടറായിരുന്നു. പക്ഷെ അത് ഇതിനകത്ത് മിസ്സിംഗ് ആയി പോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഒരു വിജയ് പടമാണ്, ബട്ട് ലാസ്റ്റ് മോലേക്ക് എത്തിയ സമയത്ത് നല്ല രസമായിട്ട് എനിക്ക് തോന്നിട്ടോ. സോ എന്താണ് ഇദ്ദേഹത്തിന്റെ പേര് എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു അവർ പ്രഡിക്ഷൻ, ഇദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് തലപതി വെട്രി കൊണ്ടാൻ എന്നായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിസിലും അതുപോലെ തന്നെ നമ്മുടെ ഡീകോഡിങ്ങിന്റെ ബേസിസിലും ഇദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് തലപതി തന്നെയാണ്. തലപതി വെട്രി കൊണ്ടാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അറ്റ് ദ സെയിം ടൈം ഒരു വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമ കൂടിയാട്ടോ. ഇതൊരു പൊളിറ്റിക്കൽ മൂവി മാത്രമായിട്ടുള്ള സിനിമയല്ല, ബട്ട് ഇറ്റ്സ് ഓൾസോ എ കൊമേഴ്ഷ്യൽ മൂവി. ഒരു വിജയ് പടം എന്നുള്ളതിന്റെ എല്ലാവിധ ഫ്ലേവേഴ്സും അടങ്ങിയേക്കുന്ന ഒരു സിനിമ ആയിരിക്കും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഭഗവത് കേസരി എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല. പടം ഒന്ന് കണ്ടുവെച്ചോ, ആവശ്യം വരും. കാരണം അക്കോർഡിംഗ് ടു സം സോഴ്സസ് ഈ കഥ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് കഴിക്കുന്ന തരത്തിൽ തന്നെയാണ് പലതരത്തിലുള്ള ഇപ്പൊ ഇമേജസിലടക്കം സിമിലാരിറ്റി ഇതൊക്കെ തോന്നുന്നുണ്ട്. സോ അതുപോലെയുള്ള പരിപാടിയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ ലെറ്റ് സി. സോ തലപതി വെട്രി കൊണ്ടാണെന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ആൻഡ് ഇതിനകത്തുള്ള ഓരോ ഷോട്ടുകൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ മലയാളം കാണാൻ പറ്റുന്നുണ്ട്, പലതരത്തിലുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇദ്ദേഹത്തിന്റെ ഫാൻസിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ഷോട്ടൊക്കെ എടുത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് 2026 ജനുവരി മാസം 9-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പൊ കൃത്യമായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇത് മുന്നേ തന്നെ ഈ ഒരു റിവീലേഷൻ വന്നു തന്നെയായിരുന്നു. അടുത്ത കൊല്ലമായിരിക്കും സിനിമയുടെ റിലീസ്. പൊങ്കലോട് കൂടിയിട്ടായിരിക്കും സിനിമയുടെ റിലീസ് വരാന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ ആൻഡ് ഹിന്ദി 4 ഭാഷകളാണ്. ഒരു പാൻ ഇന്ത്യ സിനിമയായിട്ടാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇദ്ദേഹം ഈ സിനിമയിൽ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഫോർമേഷൻസുള്ള പ്രകാരം നമ്മൾ വീണ്ടും പലതവണ പറഞ്ഞു കഴിഞ്ഞേക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. തലപതിയുടെ കരിയർ നമുക്കറിയാം. ഈ സിനിമ അദ്ദേഹത്തിന്റെ അവസാന സിനിമ എന്നുള്ള രീതിക്കുള്ള ഒരു
ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയത്തും 2026 ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഇലക്ഷൻ വരുന്നത്, TVK എന്ന് പറയുന്ന പാർട്ടിയുടെ ഇലക്ഷൻ വരുന്നത്. സോ തലപതി വെട്ടിക്കൊണ്ടാണെന്ന് പറയുന്ന ഒരു പേര് ചുമ്മാ കിട്ടേക്കുന്നതല്ല, TVK എന്ന് പറയുന്ന പാർട്ടിയുടെ തന്നെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ഷൻ വരുന്ന തരത്തിൽ തന്നെയാണ്. മറ്റേത് തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പേരാണ്, ഇതും TVK തന്നെയാണ്. തലപതി വെട്ടിക്കൊണ്ടാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ആ ഒരു റിലേഷൻ വരുന്ന തരത്തിൽ തന്നെയാണ് ഈ പരിപാടികളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. സോ 2026 ഇലക്ഷന് ശേഷം ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. അതായത് 2026 ഇലക്ഷനിൽ വിജയ് ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമകളൊന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. ബട്ട് 2026 ശേഷം ഇദ്ദേഹം ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇലക്ഷനിൽ ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ബാക്ക് ടു സിനിമ എന്നുള്ള രീതിക്ക് തന്നെയാണ്. കാരണം ഇന്നലെ മമിത ബൈജുവിന്റെ ഒരു ചെറിയൊരു വീഡിയോ കാണാൻ പറ്റിയായിരുന്നു. അതിനകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇത് ഈ പടം കഴിഞ്ഞാൽ പുള്ളി അഭിനയിക്കാന്ന് പറഞ്ഞു മമിത അടുത്ത്. ഞാൻ ചോദിച്ചു ഇത് വിജയ് സാറിന്റെ അടുത്ത് ഞാൻ ഡയറക്റ്റ് എന്നിട്ട് ചോദിച്ചു, സാർ ഇത് ലാസ്റ്റ് പടം ആയിരിക്കുമോ എന്താണ് എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പം വിജയ് സാർ പറഞ്ഞു അറിയില്ല, ഇലക്ഷന്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും അല്ലേ. ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിനകത്ത് അവരുണ്ട്. അവർ ഈ ഒരു സിനിമയിലൂടെ പ്രധാനപ്പെട്ട കാസ്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം. സോ അവര് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് തലപതി വിജയോട് ചോദിച്ചെന്നാണ് പറയുന്നത്, ഇത് നിങ്ങളുടെ ലാസ്റ്റ് മൂവി ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് ആഫ്റ്റർ ഇലക്ഷന് ശേഷം കണ്ടറിയാം എന്താണ് അതിന്റെ ഒരു ഡിസിഷൻ എന്നുള്ളതിനനുസരിച്ച്. ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ടേക്ക് പോകും, അതല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ് സി എന്നുള്ള രീതിക്കാണ് ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. സോ 2026 അദ്ദേഹം ജയിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ജയിക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ആക്ടറാണ് അല്ലേ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഓരോ ടീം മീറ്റിലെ സമയത്തും ആൾക്കാരൊക്കെ അവിടെ കൂടിച്ചേർന്നേക്കുന്നതിന്റെ ആ ഒരു ലെവൽ വളരെ ഹൈ ആണ്. പക്ഷേ ഒപ്പോസിഷൻ നിൽക്കുന്ന പാർട്ടികളും വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ 2026 ഇലക്ഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ബേസ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിനനുസരിച്ച് മാത്രമാണ് ആ വിജയം പരാജയങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ 2026 അല്ല ബേസിക്കലി ഇദ്ദേഹത്തിന്റെയും 2032 എന്നുള്ള രീതിക്കുള്ള ഒരു ഇൻഫോർമേഷൻ മുന്നേ തന്നെ വന്നായിരുന്നു. 2032 ആ വർഷത്തിൽ വരുന്ന ഇലക്ഷനാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. സോ ഇതൊരു ടെസ്റ്റ് ഹൗസ് ആണ്, 2026 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഹൗസ് ആണ്. ഈ ടെസ്റ്റ് ഹൗസിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ സിനിമകൾ ചെയ്യാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിക്കുള്ള വോട്ട് കാര്യങ്ങൾ കിട്ടിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ബാക്ക് ടു സിനിമ എന്നുള്ള രീതിക്കുള്ളൊരു അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ തലപതി വിജയ് തന്നെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. സോ ഇത് ഒഫീഷ്യൽ തന്നെയാണ്. സോ ഇതൊരു അവസാന സിനിമയായിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് മേ ബി അദ്ദേഹം തിരിച്ചു വരാനുള്ള ചാൻസുകൾ ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് ലിയോ ആയിരിക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ 2 ആയിരിക്കാം. അങ്ങനെ പല പല സിനിമകൾ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. എനിവേസ് ഇദ്ദേഹത്തിന്റെ ഒരു കിഡിലൻ ഒരു പ്രൊമോ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു കോപ്പ് റോളിലാണ് ഇദ്ദേഹം വന്നേക്കുന്നത്. ആൻഡ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആസ് യൂഷ്വൽ മാസ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുന്നതിന്റെ അപ്പുറം വേറെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കാല്ലേ. കാരണം തമിഴ് മക്കൾക്ക് വേണ്ട ഒരു പരിപാടി അതാണ് ഈ സിനിമ. ഇപ്പൊ പലരും പറയുന്ന ഒരു അഭിപ്രായം ഉണ്ടാവും, എന്നും ഒരേ ഡ്രസ്സിങ് സ്റ്റൈല്, എന്നും ഒരേപോലെ തന്നെ ഒരേപോലെ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ മറ്റേ ഒരു ഡ്രസ്സിന്റെ മുകളിൽ കൂടെ വേറെ ഡ്രസ്സ് ഇടുന്നു, ബെനിന്റെ മുകളിൽ കൂടെ ഷർട്ട് ഇടുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്, ചെറിയ ഓഡിയൻസ് അല്ല, വലിയ ഓഡിയൻസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ് ആണ് ഈ സിനിമ. സോ അവർ പോയി കാണട്ടെ, അവർ പോയി എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടും സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നത് കൊണ്ടുമാണല്ലോ ബേസിക്കലി പിന്നെയും സിനിമകൾ സംഭവിക്കുന്നതും ഇന്ന് തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് കിങ് ആയിട്ട് അദ്ദേഹം നിൽക്കുന്നതും. സോ താല്പര്യമുള്ള ആൾക്കാർ കാണട്ടെ. എനിവേസ് ഞാൻ വെയിറ്റിംഗ് ആണ് സിനിമ കാണാനായിട്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോയിലേക്ക് വീഡിയോ മാക്സിമം പേലോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസുകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് തന്നെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്, നാളെ അതിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീറ്റ് സൈനിങ് ഔട്ട്.